Hi friends, welcome to Aachi's scookworld. ഈ ഈദ് ദിനത്തിൽ ഒരു സ്പെഷ്യൽ ഡിഷായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ബീഫ് പൊരിച്ചു പുരട്ടിയത്. ഇത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡിഷാണ്. നമുക്ക് ഈ ഡിഷിന് ആവശ്യമായിട്ടുള്ള നിറയെ കറിവേപ്പിലയാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ക്ലിക്ക് ചെയ്യുക. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻസും സജഷൻസും താഴെയുള്ള കമൻറ്റ് ബോക്സിലിടാൻ മറക്കണ്ട. അപ്പോൾ ഈ ബീഫ് പൊരിച്ച് പുരട്ടിയത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കണ്ടേ? ഞാനിവിടെ 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. വലിയ പീസായിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ്. ഇത് നമുക്ക് കുക്കറിലോട്ട് ഈ ബീഫ് ഇട്ട് കൊടുക്കാം. കുക്കറിലോട്ട് ബീഫ് ഇട്ട് നമുക്ക് ആദ്യം കുറച്ച് മസാലയൊക്കെ ഇട്ട് അതൊന്ന് സ്റ്റീം ചെയ്യണം. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതേപോലെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പകുതി നാരങ്ങയുടെ നീര്, പിന്നെ ഇതിനാവശ്യമുള്ള ബീഫിന് ആവശ്യമുള്ള അത്രയും ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നുണ്ട്. ഇത് കോക്കനട്ട് ഓയിലാണ്, വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഇത് വേകാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ ഒന്ന് പ്രഷർ കുക്ക് ചെയ്യാം, സ്റ്റീം ചെയ്യാം. ഇനി ഇത് സ്റ്റീം ആവുന്ന സമയം കൊണ്ട് ഇവിടെ അടുത്ത മാരിനേഷന് വേണ്ടി ഞാൻ 6 അല്ലി വെളുത്തുള്ളി, 6 പച്ചമുളകും 6 തണ്ട് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചീൻചട്ടിയിൽ ഒരു 100 ml വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ കംപ്ലീറ്റ് പ്രോസസ്സിലും ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് നല്ല ടേസ്റ്റ് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഇത് പൊട്ടുന്ന അതാണ് കറക്റ്റ്. ഇതിൻ്റെ ആ പച്ച നിറം മാറാൻ പാടില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഈ കറിവേപ്പിലേക്കൊന്ന് പൊട്ടുമല്ലോ, ആ പൊട്ടുന്നത് സ്റ്റോപ്പ് ആകുമ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. അല്ലാതെ കംപ്ലീറ്റ് ഫ്രൈ ആവരുത്, ആ പച്ച കളർ നഷ്ടപ്പെട്ടു പോകരുത്. നമുക്ക് ആ പച്ച കളർ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ ഇതേപോലെ തന്നെ കിട്ടണം. എന്നിട്ട് ഇതിനെ കോരിയെടുക്കാം. ഇത്രയൊന്ന് മൂത്താൽ മാത്രം മതി. അപ്പോൾ ആ വെളിച്ചെണ്ണയിലോട്ട് ഈ കറിവേപ്പിലയുടെയും ഒക്കെ ഒരു ഫ്ലേവറും കിട്ടും. ഇനി ഇത് നമുക്ക് കോരിയെടുത്തിട്ട് ഇതൊന്ന് തണുക്കാൻ വെക്കണം കേട്ടോ. തണുത്തതിന് ശേഷം മാത്രം മിക്സിയിലിട്ട് ഈ കറിവേപ്പിലയും പച്ചമുളകും വെളുത്തുള്ളിയും അതേപോലെ അത് നമ്മൾ എടുത്ത എണ്ണയും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ നമുക്ക് മിക്സിയിലിട്ട് നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുക്കാം. ഇതേപോലെ നല്ല ഫൈൻ പേസ്റ്റ് പോലെ ആവണമെന്നില്ല, ചെറിയ തരയെടുപ്പുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ ബീഫ് ഇത് റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഈ ബീഫിന് നമ്മൾക്ക് ഇനി അടുത്തൊരു മാരിനേഷൻ ചെയ്യണം. അപ്പം അടുത്ത മാരിനേഷൻ ഇതിന് ചെയ്യണം. അതിന് വേണ്ടി ഞാനിവിടെ 1 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുന്നു. അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച കറിവേപ്പിലയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെയും പേസ്റ്റ് ഉണ്ടല്ലോ, അതും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഇത് ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കൈ വെച്ചൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് ഇതൊരു 30 മിനിറ്റ്, അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് ഒന്ന് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. മാരിനേറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ആ ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഫ്രൈ പാനിൽ വീണ്ടും വെളിച്ചെണ്ണ എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് ഈ ഓരോ പീസ് വീതം ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഇത് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും കേട്ടോ. കാരണം ഇത് ഓൾറെഡി വെന്ത ബീഫാണ്. അപ്പോൾ ഇത് മൂത്ത് കിട്ടാൻ പാടൊന്നുമില്ല. ഒരു സൈഡ് ആയതുകൊണ്ട് ഉടനെ തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ കംപ്ലീറ്റ് എല്ലാ സൈഡിൻ്റെ ബീഫിൻ്റെ എല്ലാ സൈഡും ഒന്ന് നമുക്കൊന്ന് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. ഫ്രൈ ചെയ്ത് എടുത്തതിന് ശേഷം കണ്ട എൻ്റെ ഇതിപ്പോൾ എല്ലാം ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ വീണ്ടും ഒരു ചീൻചട്ടിയിലോട്ട് വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 100 ml വെളിച്ചെണ്ണ. അതിലേക്ക് ഞാൻ 6 തണ്ട് കറിവേപ്പില വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ കറിവേപ്പിലയുടെ പച്ച നിറം മാറരുത്. ആ പൊട്ടുന്ന ഒന്ന് തീരുമ്പം തന്നെ ഈ കറിവേപ്പില നമുക്ക് കോരിയെടുത്ത് വെക്കാം. കോരിയെടുത്ത് ആ എണ്ണയും കൂടെ എടുക്കണം കേട്ടോ. കോരിയെടുത്ത് മാറ്റി അത് തണുക്കാനായിട്ട് വെക്കുക. ഇതെപ്പോഴും ഓർക്കുക, ചൂടോടെ ഒരിക്കലും മിക്സിയിലിട്ട് അരയ്ക്കരുത്. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം നമ്മൾക്ക് മിക്സിയിലിട്ട്
ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. ആ എണ്ണയും കൂടെ ഒഴിച്ച് വേണം അരച്ചെടുക്കാൻ. അരച്ച് കണ്ടോ, ഞാനത് അരച്ചെടുത്തപ്പോഴത്തേക്കും നല്ല നമുക്ക് ആ ഒരു എല്ലാം നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതൊരു കറിവേപ്പിലയുടെ എണ്ണ പോലെ. ഇനി നമുക്കിനി അടുത്തൊരു കൂട്ടൊന്ന് ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ കല്ലിൽ തേങ്ങ, ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ, ചെറിയ തേങ്ങയും അതിലേക്ക് 6 കൊച്ചുള്ളി, 3 അല്ലി വെളുത്തുള്ളിയും, 1 ടീസ്പൂൺ പെരുംജീരകവും, അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇത് ഇത്രയും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. നമ്മൾ തോരനൊക്കെ ചതച്ചെടുക്കത്തില്ലേ, അത്രത്തോളം മാത്രം മതി. ഇതേപോലെ ചതച്ചെടുക്കുക. കണ്ടോ, ചതച്ചെടുത്തതിന് ശേഷം നമുക്കിനി അടുത്ത പ്രോസസ്സിലേക്ക് പോവാം. ഇനി കടായിലോട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ച കറിവേപ്പിലയുടെയും ആ എണ്ണയുണ്ടല്ലോ, ആ മിക്സ്ചർ ഇതിനോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഈ വറുത്ത് വെച്ച ബീഫും അതേപോലെ തന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ആ പുരട്ട് മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുത്താൽ നമ്മളുടെ ബീഫ് പുരട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ അല്ലെങ്കിൽ വെറും ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി കഴിക്കാനായിട്ട്. ഇത് നിങ്ങൾക്ക് ബീഫ് അല്ലാതെ തന്നെ ചിക്കൻ്റെ കൂടെയും മീനിൻ്റെ കൂടെയും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിക്കൻ്റെ കൂടെ ആയാലും വളരെ ടേസ്റ്റിയാണ്. സെയിം പ്രോസസ്സ് ആണെങ്കിൽ പോലും ബീഫ് നമ്മൾ നേരത്തെ വേവിച്ചല്ലോ, അതേപോലെ ചിക്കൻ വേവിക്കേണ്ട. നമ്മൾക്ക് ചിക്കൻ വേവിക്കാതെ തന്നെ ബാക്കി പ്രോസസ്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. ഇത് തയ്യാറാക്കേണ്ട ഇൻഗ്രീഡിയൻസും ഉണ്ടാക്കേണ്ട വിധവും താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആച്ചീസ് കുക്ക് വേൾഡിൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഈദ് മുബാറക്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ബൈ ബൈ.